2020 ഞാൻ PSC പഠനം തുടങ്ങിയ കാലത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു ചാനലായിരുന്നു ഇത്. ശരിക്കും പറഞ്ഞാൽ PSC കണ്ടൻസ് ഇടാൻ വേണ്ടിയോ അതുമായിട്ട് ബേസ് ചെയ്ത് തുടങ്ങിയതല്ല ചാനൽ. പക്ഷേ പഠനവും ചാനൽ തുടങ്ങിയതും ഒക്കെ ഏകദേശം ഒരേ സമയത്തായിരുന്നത് കൊണ്ടും പിന്നെ എൻ്റെ കയ്യിൽ ആ സമയത്ത് വീഡിയോ ആയിട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് കണ്ടൻറ്റുകളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ടും ഞാൻ PSC കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് കൂടുതലും അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. PSC എക്സാമിന് പോകുന്നതും പിന്നെ ഞാൻ PSC പഠിക്കുന്ന രീതികളും പിന്നെ കുറേ കാര്യങ്ങളൊക്കെ കുറച്ച് ക്ലാസ്സുകളും ഒക്കെ ഇടുന്നുണ്ടായിരുന്നു ഇതിനകത്ത്. പിന്നെ പോകെ പഠിത്തത്തിലേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ഒരു സൈക്കോ ലെവൽ PSC അങ്ങനെ തലയ്ക്ക് പിടിച്ച സമയത്ത് പിന്നെ അധികം വീഡിയോസ് ഇടലില്ലാണ്ടായി. ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ കുറച്ച് റീൽസ് PSC ആയിട്ട് ബന്ധമില്ലാത്ത കുറേ റീൽസും കാര്യങ്ങളും ഒക്കെ ഇട്ട് ചാനൽ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് എൻ്റെ ചാനലിൽ അധികം സബ്സ്ക്രൈബേഴ്സൊന്നുമില്ല. ചാനൽ തുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസും ഒരു സ്പെഷ്യൽ കണ്ടൻറ്റിൽ നമ്മൾ ഉറച്ച് നിൽക്കാത്തത് കൊണ്ടും ഒക്കെ അങ്ങനെ അധികം സബ്സ്ക്രൈബേഴ്സും ഒന്നുമില്ല. ഉള്ളതിൽ കൂടുതൽ പേരും ഈ PSC ആയിട്ട് ബന്ധപ്പെട്ടവരാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ PSC പഠനമൊക്കെ ഏകദേശം അവസാനിപ്പിച്ച മട്ടാണ്. ഞാൻ ബുക്കുകളൊക്കെ എടുത്ത് ഒരു 5-6 മാസമായിട്ട് PSC പഠനമൊന്നും ഇല്ല ഇപ്പം. അപ്പോൾ PSCയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് പൊടി തട്ടിക്കൊട്ടി കുടഞ്ഞെടുത്ത് വെക്കാനുള്ള ആ സമയത്ത് ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് കരുതി ഒരു ലോങ് വീഡിയോ കുറേ നാളുകൾക്ക് ശേഷമാണ് ചാനലിലിടുന്നത്. ഇതിനോടിടയ്ക്ക് കുറേ ഷോർട്ട് വീഡിയോസ് നമ്മളെവിടെയെങ്കിലും യാത്ര പോകുന്നതിൻ്റെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഷോർട്ട് വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു. അല്ലാണ്ട് ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് കുറേ നാളുകളായി. അപ്പോൾ ഇപ്പോൾ എൻ്റെ നിലവിലെ ഒരു സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PSC പഠനം നിർത്തി. ഒരു 4 കൊല്ലത്തോളം ഞാൻ PSC പഠിച്ചിട്ടുണ്ടായിരുന്നു. 2020 മുതൽ ഒരു 24 നമ്മുടെ LGS എക്സാം കഴിയുന്നത് വരെ പഠിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നാളും കൂടെ ഒന്ന് പഠിച്ചു. പിന്നെ ഞാൻ പഠനം അവസാനിപ്പിച്ചു. നമ്മുടെ LGSൻ്റെ ലിസ്റ്റ് വന്നപ്പോൾ റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു. അതിന് മുന്നേ ഞാൻ പല ഷോർട്ട് ലിസ്റ്റിൽ വന്നതൊക്കെ ഞാൻ എപ്പോഴൊക്കെയോ ആയിട്ട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. അതിൽ ഏതൊക്കെയോ കുറേ വീഡിയോസ് ഞാൻ തന്നെ ഡിലീറ്റും ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ എക്സാം എഴുതിയ കാലയളവ് തൊട്ട് കുറേ ഷോർട്ട് ലിസ്റ്റുകളിലൊക്കെ എല്ലാ ഷോർട്ട് ലിസ്റ്റുകളിലും ഏത് എക്സാം എഴുതിയാലും എല്ലാത്തിൻ്റെയും പ്രിലിംസ് പാസ്സാകും. പക്ഷെ ഒരൊറ്റ മെയിൻസും കിട്ടിയിരുന്നില്ല. അവസാനം നമുക്ക് കിട്ടിയതാണ് LGSൽ നിലവിൽ ഇടുക്കി ജില്ലയിലെ LGS റാങ്ക് ലിസ്റ്റിൽ 192ാമത്തെ റാങ്കാണ് എൻ്റേത്. അപ്പോൾ ഏകദേശം നമുക്ക് കിട്ടും എന്നുറപ്പുള്ള ഒരു റാങ്ക് ആയതുകൊണ്ടും അതുകൊണ്ട് മാത്രമല്ല നമ്മൾ ആദ്യകാലങ്ങളിൽ പഠിക്കുമ്പോൾ നമുക്ക് പുതിയ ടോപ്പിക്കുകൾ ഇഷ്ടംപോലെ കിട്ടാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒത്തിരി പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഒരു 4 കൊല്ലത്തെ പഠിത്തം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് പിന്നെ റിവിഷൻ എന്നുള്ള രീതിയിലുള്ള പഠനമാണ്. പിന്നെ ഈ PSCയുടെ ഒരു പ്രത്യേകതയാണ്, തുടക്കക്കാർക്ക് ഭയങ്കര ആവേശമായിരിക്കും പഠിക്കാൻ. എല്ലാ കാര്യങ്ങളും പഠിക്കാൻ ഭയങ്കര ആവേശമായിരിക്കും. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ പയ്യെ അതൊരു മടുപ്പിലേക്ക് പോകും. പിന്നെ ഒരുതരം ഒരു ഡിപ്രഷൻ അവസ്ഥയിലേക്കൊക്കെ പോകുന്ന ഒരിതുണ്ടല്ലോ. നമ്മൾ പ്രതീക്ഷയോടെ എഴുതുന്നു, കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അപ്പം ആ ഒരു മടുപ്പ് നമ്മുടെ പഠനത്തെ ബാധിക്കുമല്ലോ. അപ്പം മടുപ്പ് ബാധിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഈ മടുപ്പോടുകൂടി പഠിക്കുന്നതിൽ കാര്യമില്ല. അതുകൊണ്ട് ഞാൻ കരുതി എന്നാൽ നിർത്താം. ഇനി കുറച്ച് നാൾ നമ്മൾ ഒരുപാട് വർഷം 4 വർഷത്തോളം നമ്മൾ വേറെ യാതൊരു കാര്യങ്ങളിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യാതെ യാതൊരു എൻജോയ്മെൻറ്റും ഇല്ലാതെ കുറേ പുസ്തകങ്ങളുടെ നടുവിലായിരിക്കും നമ്മുടെ ജീവിതം. അപ്പോൾ അതൊന്ന് മാറ്റാം, കുറച്ച് നാളെങ്കിലും നമുക്കൊന്ന് എൻജോയ് ചെയ്യാം എന്ന് കരുതിക്കൊണ്ട് പഠിത്തം നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ 192ാമത്തെ റാങ്കുണ്ട്. ജോലി ഒക്കെ ആകുന്ന മുറയ്ക്ക് ഞാൻ അതിൻ്റെ അപ്ഡേറ്റ്സും ഇതിനകത്തിടാം. അപ്പോൾ ഇന്ന് ബുക്കൊക്കെ അടുക്കി പെറുക്കി വെക്കുന്നത് നേരത്തെ അതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് തോന്നി. അപ്പോൾ ഈ കണ്ടതൊക്കെ ഞാൻ ഈ 4 വർഷങ്ങൾ കൊണ്ട് പഠിച്ചു തീർത്ത പുസ്തകങ്ങളാണ്. ഇതൊന്നും അല്ല, ഇതിൽ കൂടുതൽ പുസ്തകങ്ങളുണ്ട്. കുറച്ച് റാങ്ക് ഫയലൊക്കെ ഞാൻ എൻ്റെ കസിനും പിന്നെ കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ എൻ്റെ ഫ്രണ്ട്സിനും അങ്ങനെയൊക്കെ ആയിട്ട് പഠിക്കാനൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുത്തു. ബാക്കിയിരിക്കുന്നതാണ്. ഇതൊക്കെ ഞാൻ ആർക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ഇനി മുന്നോട്ട് പഠിക്കണം എന്ന് എപ്പോഴാണ് ഒരു തോന്നൽ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പഠിക്കാമല്ലോ. എന്തായാലും ഏജ് ലിമിറ്റൊക്കെ കൂട്ടിയിട്ടുണ്ടല്ലോ. നമുക്ക് ഇനിയും 10 വർഷം എക്സാം എഴുതാനുള്ള സമയമുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് പഠിക്കണം എന്നൊരു തോന്നൽ വരുവാണെങ്കിൽ പഠിക്കാം. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കട്ടെ. എപ്പോഴും നമ്മുടെ പിള്ളേർക്കാണല്ലോ ആവശ്യം വരുമല്ലോ. പിന്നെ എൻ്റേതെല്ലാം ഞാൻ സെൽഫ് പ്രിപ്പയർ ചെയ്ത നോട്ടുകളാണ്. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ
PSCയെ പറ്റി യാതൊരു അറിവും ഇല്ലാത്ത കാലത്ത് പഠനം തുടങ്ങി. ആ മേഖലയിൽ വേറെ സുഹൃത്തുക്കളൊന്നും ഇല്ല, നമുക്ക് ചോദിക്കാനും ഒന്നും ഒരു സംശയം ചോദിക്കാനൊന്നും ആരുമില്ല. അപ്പം അങ്ങനെ സമയത്ത് യൂട്യൂബ് മാത്രമായിരുന്നു ആശ്രയം. അങ്ങനെ യൂട്യൂബിൽ നോക്കി, യൂട്യൂബിൽ നിന്ന് ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള നോട്ടുകൾ നോട്ട്ബുക്ക് മേടിച്ച് എഴുതിയെടുത്ത്, കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ എഴുതിയെടുത്ത് അങ്ങനെയൊക്കെ പഠിച്ചു. റാങ്ക് ഫയലൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതിനകത്ത് നിന്നൊക്കെ ഞാനൊരു 25% പോലും റാങ്ക് ഫയലുകൾ പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചത് 100% എൻ്റെ നോട്ടുകൾ മാത്രമാണ്. എൻ്റെ നോട്ടെന്ന് വെച്ചാൽ ഞാനിങ്ങനെ സെർച്ച് ചെയ്തും യൂട്യൂബിലും അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഗ്യാദർ ചെയ്തെടുത്ത നോട്ടുകളാണ് ഞാൻ പഠിച്ചത്. പിന്നെ മെയിനായിട്ട് പഠിച്ചതാണ് ഈ SCERT പുസ്തകങ്ങൾ. ഇതുണ്ട്, ഈ SCERT പുസ്തകങ്ങൾ ഞാൻ എൻ്റെ പലയിടത്തു നിന്ന്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നും അങ്ങനെ എൻ്റെ പരിചയക്കാരിൽ നിന്നൊക്കെ കളക്ട് ചെയ്തെടുത്ത 5 മുതൽ 10 വരെയുള്ള ബേസിക് സയൻസും സോഷ്യൽ സയൻസും ഒക്കെ നോട്ട്ബുക്കുകളാണ്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം കൂടെയില്ല, ബാക്കിയെല്ലാം ഉണ്ട്, സബ്ജക്റ്റുകളുണ്ട്, ലാംഗ്വേജുകളില്ല. അപ്പോൾ അങ്ങനെ ഇതിനകത്ത് ഈ നോട്ടുകൾ ഞാൻ ഈ പുസ്തകം നോക്കി വായിച്ച് കാണാപ്പാഠം പഠിക്കും. അതുപോലെ തന്നെ അതിൻ്റെ നോട്ട് സെപ്പറേറ്റ് എഴുതിയെടുക്കും. അങ്ങനെ ഒരു പ്രത്യേകതരം ഭ്രാന്തായിരുന്നു ആ സമയത്ത്. അങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ SCERT ആയിരുന്നു മെയിൻ. പിന്നെ ഇപ്പോൾ പുസ്തകം മാറി, ഇതുകൊണ്ട് പ്രത്യേകിച്ച് യൂസൊന്നും ഇല്ല ആർക്കും. പുസ്തകം മാറിയിട്ടുണ്ടല്ലോ. ഇനി ഇതൊക്കെ എൻ്റെ ഹോൾ ടിക്കറ്റുകളാട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ഞാൻ കൂടുതലും കുറേ പേർക്ക് കൊടുത്തു, എൻ്റെ ഫ്രണ്ട്സിന് കൊടുത്തു. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറേ കയ്യിലുള്ളൂ. ഹോൾ ടിക്കറ്റുകളാണിത്. ഇതൊരു 14 ഹോൾ ടിക്കറ്റ് ഇപ്പോൾ കയ്യിലുണ്ട്, എക്സാം എഴുതിയ കാലം മുതലുള്ളത്. പക്ഷേ കുറേ എണ്ണം ഹോൾ ടിക്കറ്റുകൾ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നമ്മൾ എന്താ പറയുക, നമുക്ക് കുറേ ലോസ്, സിവിക്സ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടായിരുന്നല്ലോ. സിവിക്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചത് ഈ സൈറ്റിൽ ഈ നമുക്ക് ഗാർഹിക പീഡന നിരോധന നിയമം, പോക്സോ ആക്ട്, മറ്റേ അട്രോസിറ്റീസ് ആക്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നല്ലോ. അതൊക്കെ എനിക്ക് വേറെ എങ്ങും നോക്കിയിട്ടൊരു തൃപ്തി വരാഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് സൈറ്റിൽ കയറി എൻ്റെ മലയാളം വേർഷൻ ഡൗൺലോഡ് ചെയ്തെടുത്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് അതൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ചില ഭ്രാന്തുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പഠിച്ചതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാനൊരു ഫയലിലാക്കി അങ്ങനെ സൂക്ഷിച്ചേക്കുക. പിന്നെ കുറേ നോട്ട്ബുക്കുകൾ നമ്മൾ LGS എക്സാം കഴിഞ്ഞിട്ടും ലിസ്റ്റ് വരുന്നവരെയും പഠിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ലിസ്റ്റ് വരുന്നവരെ ഉറപ്പില്ലല്ലോ, ലിസ്റ്റിൽ വരുമോ ഇല്ലയോ, എങ്ങനെയാണ്, എത്രാമത്തെ റാങ്കാണ്, കിട്ടുന്ന റാങ്കാണോ, ഒന്നും ഉറപ്പില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് നാളും കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തെ നോട്ട്ബുക്കൊന്നും കംപ്ലീറ്റ് അല്ല, ഓരോ സബ്ജക്റ്റിനും നോട്ട്ബുക്കൊക്കെ എടുത്ത് വീണ്ടും പഠനം റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് വീണ്ടും സ്റ്റോപ്പ് ചെയ്തു. എന്തായാലും ഇപ്പം നിലവിൽ ലിസ്റ്റിൽ വന്ന് ലിസ്റ്റിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം നിലവിൽ PSC പഠനം നിർത്തിയത് കൊണ്ട് തന്നെ ഒരു ശൂന്യത ഇല്ലാതില്ല. പ്രത്യേകിച്ച് നമ്മളൊരു ലക്ഷ്യമില്ലാതെയാണല്ലോ. ഒരു ലക്ഷ്യത്തിന് വേണ്ടി പഠിക്കുമ്പോൾ നമുക്ക് ഡെയിലി അത് നമ്മുടെ മനസ്സിലുണ്ടാകും, അതിന് വേണ്ടിയായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ചൊരു ലക്ഷ്യം അങ്ങനെ ഇല്ല. നമ്മൾ സാധാ രാവിലെ എണീക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു, മക്കളെ സ്കൂളിൽ വിടുന്നു, അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു, ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ വന്നപ്പോഴാണ് ചാനലിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് കരുതി ഇപ്പോൾ വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്തേക്കുന്നത്.